ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന രണ്ട് സുഹൃത്തുക്കളുടെ, രണ്ട് കൂട്ടുകാരുടെ മുഖം മനസ്സിൽ കൊണ്ടുവരാമോ? ഏറ്റവും നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന രണ്ട് കൂട്ടുകാർ. സദൃശവാക്യം 17:17 ഇങ്ങനെയാണ്: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുള്ള സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഒരു ക്ലേശത്തിന്റെ മധ്യത്തിൽ, നൊമ്പരം വരുമ്പോൾ, സഹനം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ, തെറ്റിദ്ധാരണ വരുമ്പോൾ കൂടെ നിൽക്കുന്ന കൂട്ടുകാരിൽ സഹോദരനെ പോലെ നമ്മളെ ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറെ അന്വർത്ഥമാണ്. ഇന്നത്തെ വചനഭാഗം ഇതിനോട് സമാനമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5:17 മുതൽ തളർന്നു കിടക്കുന്ന ഒരു തളർവാദ രോഗിയെ കട്ടിലോടുകൂടി യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ചില കൂട്ടുകാർ. യേശുതമ്പുരാൻ ഒരുപാട് തിരക്കിലാണ്, അവൻ വചനം പ്രഘോഷിക്കുകയാണ്. എന്നാൽ ഈ കൂട്ടുകാർക്ക് അതൊന്നും പ്രശ്നമല്ല. അവര് യേശുവിന്റെ മുൻപിലേക്ക് വീടിന്റെ മേൽക്കൂര പൊളിച്ച് ജനക്കൂട്ടത്തെ നോക്കാതെ അവര് ഇറക്കി വെക്കുകയാണ്. തമ്പുരാൻ അവരെ സൗഖ്യം നൽകി സന്തോഷത്തോടെ പറഞ്ഞയക്കുകയാണ്. അതിന് മുഖാന്തരമാകുന്നത് ആരെന്നോ? ഈ സുഹൃത്തുക്കളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകാര് നമ്മളെ എത്തിക്കുന്നത് യേശുവിന്റെ അടുക്കിലേക്കാണോ? സന്തോഷത്തിന്റെ, സൗഖ്യത്തിന്റെ, കൃപയുടെ, നന്മകൾ പകരുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മുടെ കൂട്ടുകാർ നമ്മളെ എത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മളും നമ്മുടെ സുഹൃത്തുക്കളെ യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഒന്ന് പോകാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരുടെ മുഖം കരുതുവാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ? അവര് നമ്മളെ യേശുവിന്റെ അടുക്കിലേക്കാണോ എത്തിക്കുന്നത്? അല്ലെങ്കിൽ അത് വിട്ടേക്ക് കേട്ടോ. ഈ മെസ്സേജ് യേശുവിന്റെ അടുക്കിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ഏതെങ്കിലും രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. അവർക്ക് മനസ്സിലാക്കണം അവരിന്ന് നമ്മളുമായി ഉള്ള ബന്ധം ക്രിസ്തുവിന്റെ ബന്ധമാണെന്ന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.